പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 319 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ കാമിലൂസിന് ശേഷം ഈ ആഴ്ച മെത്രാനും സഭയുടെ വേദപാരംഗതനുമായ വിശുദ്ധ ബൊനവന്തൂരയെക്കുറിച്ചാണ്. 1221 ഇറ്റലിയിലായിരുന്ന വിശുദ്ധ ബൊനവന്തൂര ജനിച്ചത്. ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന് അദ്ദേഹം പഠനത്തിനായി പാരീസിലേക്ക് പോയി. അധികം താമസിയാതെ അദ്ദേഹത്തിനെ സന്യാസ സഭയുടെ ജനറലായി നിയമിച്ചു. ശൈശവ ദിശയിലായിരുന്ന സഭയെ ഏകീകരിക്കുവാനും ഒന്നിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹത്തെ ഫ്രാൻസിസ്കൻ സഭയുടെ 2ാം സ്ഥാപകൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബൊനവന്തൂരയിൽ ഒരു വിശേഷപ്പെട്ട വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധി, ബുദ്ധി, മഹത്വം എന്നിവയിൽ അദ്ദേഹം ഏറെ പ്രസിദ്ധനായിരുന്നു. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കഴിവിനാൽ സമ്മാനിതനായിരുന്നു അദ്ദേഹം. മര്യാദയുള്ളവനും ദൈവഭക്തനും കാരുണ്യമുള്ളവനും നന്മകളാൽ സമ്പന്നനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു. കാണുന്നവരിൽ അദ്ദേഹത്തിന് ആകർഷകരാകത്തക്ക വിധം ദൈവം അദ്ദേഹത്തിന് ഒരു മനോഹാരിത നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വാക്കുകളാണ് ലയോൺ സൂനഹദോസിലെ ചരിത്രകാരൻ വിശുദ്ധ ബൊനവന്തൂരയെക്കുറിച്ചുള്ള വിവരണം ഉപസംഹരിക്കുന്നത്. യുവത്വത്തിൽ തന്നെ വിശുദ്ധൻ ഒരു നല്ല അധ്യാപകനും ശക്തനായ സുവിശേഷകനുമായിരുന്നു. തങ്ങളുടെ സഭയുടെ 2ാം സ്ഥാപകനെന്ന നിലയിൽ വിശുദ്ധനെ പരിഗണിക്കുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ ഉന്നത പദവിയിൽ തന്റെ 36ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം അവരോധിതനായി. ലയോൺസിലെ സൂനഹദോസിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നന്മയും ബുദ്ധിയും പല വിഷയങ്ങളിലും വൈദഗ്ധ്യവും മൃദുവായ സ്വഭാവവും മൂലമാണ് ഗ്രീക്ക് സഭ അനായാസേന ലത്തീൻ സഭയുമായി ഐക്യത്തിലായത്. വിശുദ്ധ ബൊനവന്തൂര ഒരു സൂക്ഷ്മ ബുദ്ധിയുള്ള പണ്ഡിതനും യോഗിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മജ്ഞാനത്താൽ അദ്ദേഹം ദേവദൂതനെ പോലെയുള്ള അധ്യാപകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തത്വശാസ്ത്രത്തിൽ ഫ്രാൻസിസ്കൻ തത്വശാസ്ത്ര വിഭാഗമായ പ്ലേറ്റോണിക് അഗസ്തീനിയൻ തത്വശാസ്ത്ര വിഭാഗത്തിന്റെ മുഖ്യ നായകനായിരുന്നു അദ്ദേഹം. ആശയപരമായ രംഗത്ത് അദ്ദേഹം വിശുദ്ധ ബൊനവന്തൂര വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ഒരു പ്രതിയോഗിയായിരുന്നു. അക്കാലത്ത് പരക്കെ വ്യാപിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ ആശയങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. വിശുദ്ധ ബൊനവന്തൂര രചിച്ച വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം എന്ന ഗ്രന്ഥം മധ്യകാലഘട്ടത്തിലെ ഒരു ജനസമ്മതി ആർജിച്ച ഗ്രന്ഥമായിരുന്നു. വിശുദ്ധ ബൊനവന്തൂരയേക്കാൾ കൂടുതലായി സുമുഖനും ദൈവികതയുള്ളവനും അറിവുള്ളവനും മറ്റാരുമില്ല എന്നാണ് സമകാലികർ പോലും വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് ലാറ്റിൻ സഭകൾ തമ്മിലുള്ള ഐക്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ലയോൺ സൂനഹദോസിനിടയ്ക്ക് 1274 ലയോൺസിൽ വെച്ചാണ് വിശുദ്ധൻ മരണമടയുന്നത്. ഡാന്റെ തന്റെ പാരഡൈസ് എന്ന ഗ്രന്ഥത്തിൽ സ്വർഗീയ നിവാസികളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ നാമം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ഉള്ളിൽ സാധുവും നന്മയുള്ളവനും തന്നെയാണ്. പക്ഷേ അതൊക്കെ നിലനിൽപ്പിന്റെയും നിവൃത്തികേടിന്റെയും പേരിൽ മറന്നു പോകുന്നു എന്നതാണ് ശരി. ഏവർക്കും നന്ദി.